അപ്പോൾ ഇന്ന് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളൊക്കെ സമരത്തിലാണ്. സമരം തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഈ സമരം നടക്കുക. കോഴിക്കോട് പെട്രോളിയം ഡീലർമാരും ടാങ്കർ ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സിന്റെ സമരം. ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, ഗുഡ് മോർണിംഗ്. ഈ പാരിതോഷിക പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു സമരത്തിന്റെ തുടക്കം. അതും കോഴിക്കോട് നിന്ന് തന്നെയായിരുന്നു. പിന്നീട് ഈ പാരിതോഷിക പ്രശ്നത്തിൽ HPCL ഇടപെടുകയും അതിലൊരു നടപടിയൊക്കെ ഉണ്ടാവുകയും അവർ അതിൽ ഈ ഒരു ഓക്കെ ആവുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ സമരവും ഇതിന്റെ ബാക്കി തന്നെയാണോ? പൊതുജനങ്ങളെ ഈ സമരം ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ ശബരിമല തീർത്ഥാടനമൊക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ എന്താണ് പെട്രോൾ പമ്പ് ഉടമകളുടെ നിലപാട്? എങ്ങനെയാണ് കാഴ്ചകളൊക്കെ? വെരി ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇന്ന് നിലവിൽ ഇപ്പോൾ സംസ്ഥാനമൊട്ടാകെ പമ്പുകളൊക്കെ അടച്ചിട്ട് സമരത്തിലേക്കാണ്. പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് കോഴിക്കോട് എലത്തൂർ HPCLലെ പെട്രോളിയം ഡീലേഴ്സും അതോടൊപ്പം തന്നെയുള്ള ഈ ടാങ്കർ ലോറി ഡ്രൈവേഴ്സും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുന്ന ഒരു പ്രതിഷേധത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഈ സാധാരണ രീതിയിൽ ഈ ഇന്ധനമൊക്കെ ഈ പെട്രോൾ പമ്പുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ചായ പൈസ എന്ന് പറയുന്ന ഒരു 300 രൂപ നൽകുന്ന ഒരു രീതി ഈ ഒരു കോഴിക്കോട് അതേപോലെ സംസ്ഥാനത്തൊട്ടാകെയുണ്ട്. ഈ ഒരു ചായ പൈസയിൽ വർധനവ് വേണമെന്ന് ഡ്രൈവർമാർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് ഒരു തർക്കത്തിലേക്ക് പോവുകയുണ്ടായി കോഴിക്കോട് എലത്തൂർ വെച്ച്. അതിനുശേഷം HPCLന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ ഒരു സംസാരവും ഒരു ചർച്ചയൊക്കെ നടത്താൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടുകയുണ്ടായി. ആ ഒരു സമയത്ത് ഈ ഒരു പെട്രോൾ ഡീലേഴ്സുമായി ഈ ടാങ്കർ ലോറി ഡ്രൈവർമാർ തർക്കമുണ്ടാവുകയും അവരെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഈ ഒരു പെട്രോൾ പമ്പുകളൊക്കെ അടച്ചിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് പെട്രോൾ ഡീലേഴ്സ് മാറിയിരിക്കുന്നത്. ഈ ഒരു സമരം ഇന്ന് ഉച്ച 12 മണി വരെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ശബരിമല സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിച്ചുകൊണ്ട് താലൂക്കുകൾ, ഒരു 6 താലൂക്കുകൾ, ഈ ഒരു ശബരിമല മേഖലയിലെ 6 താലൂക്കുകൾ ഈ ഒരു സമരത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതൊന്നും അറിയാതെ ഒരുപാട് ആളുകളാണ്, പൊതുജനങ്ങളാണ് പെട്രോൾ അടിക്കുവാൻ വേണ്ടിയും സാധാരണ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. കാരണം ഒരുപാട് പേരാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. പമ്പുകളൊക്കെ അടച്ചിട്ടത് എന്തിനാണെന്ന് പോലും പൊതുജനങ്ങൾക്ക് അറിയില്ല എന്നതും ശ്രദ്ധേയമാണ്. സേതുലക്ഷ്മി. ഓക്കെ ലിനറ്റ്, അപ്പോൾ ഈ പറഞ്ഞതുപോലെ പലരും അറിഞ്ഞിട്ടൊന്നുമില്ല ഈ പെട്രോൾ പമ്പ് ജീവനക്കാരുടെ അപ്രതീക്ഷിത സമരം. കഴിഞ്ഞ ദിവസവും ഈ പ്രതിഫല തർക്കവുമായി ബന്ധപ്പെട്ട ഒരു മിന്നൽ സമരമൊക്കെ കോഴിക്കോട് നടന്നിരുന്നു. അന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ എത്രത്തോളമാണ് ജനങ്ങൾ ബുദ്ധിമുട്ടിലാവുക എന്നുള്ള കാര്യം വരും മണിക്കൂറിൽ തന്നെ അറിയാൻ കഴിയും. അപ്പോൾ ലിനറ്റ് വർഗീസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നൽകിയത്.